കൂടുതലൊന്നും അമ്മയ്ക്ക് പറയാനില്ല. നിങ്ങളുടെ രണ്ടു കുടുംബവും എന്നും സ്നേഹത്തോടും ഒത്തൊരുമയോടും കൂടി കഴിയണം. ഇന്നു മുതൽ ഞാനും അച്ഛനും പഴയ വീട്ടിൽ കഴിഞ്ഞോളാം. അതെന്തിനാ അമ്മേ? നമുക്ക് എല്ലാവർക്കും കൂടെ ഇവിടെ താമസിക്കാം. വേണ്ട മോനെ, നമ്മൾ ഈ നാട്ടിൽ ആദ്യം വന്നപ്പോ താമസിച്ചത് ആ വീട്ടില്ല. ഞങ്ങൾ അവിടെ കഴിഞ്ഞോളാം. മുകളിലത്തെ നില രാജന്, താഴത്തെ നില ബാലന്. ഈശ്വരൻ നിങ്ങൾക്ക് നല്ലത് വരുത്തട്ടെ. ഇനി പൊക്കോളൂ. പാവം, നല്ല ഉറക്കം. ലക്ഷ്മി, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ നേര് പറയുമോ? എന്താ? നമ്മുടെ കല്യാണം കഴിഞ്ഞ ദിവസം നിനക്കിപ്പോ ഓർമ്മ വരുന്നില്ലേ? എന്ത് ചോദ്യമായത്? നാണോ ഇല്ലല്ലോ. നാണമോ? ഇനിയോ? എന്തിന്? അമ്മേ, അമ്മേ, നോക്കണേ, പിള്ളേര് വിളിക്കുന്നു. പിള്ളേര് വിളിക്കുന്നേ. നേരം വെളുത്തത് അറിഞ്ഞേയില്ല. നേരം വെളുത്തത് അറിഞ്ഞില്ല. എന്തായാലും നല്ല കണി. കാപ്പിക്ക് എന്തിനാ മക്കളെ? നീ എന്താടി നാണിച്ച് മൂല കയറി നിൽക്കുന്നത്? ഇതെന്തൊരു മനുഷ്യനാ? എന്ത് പറ്റി? അതുങ്ങൾക്ക് വല്ല സംശയം തോന്നി കാണും. അതിന് അതുങ്ങൾ എന്ത് കണ്ടു, നമ്മൾ എന്ത് ചെയ്തു? എടി, അല്ലേലും അവർക്കറിയാം അവരുടെ ഭർത്താക്കന്മാരെ പ്രസവിച്ചത് നീയാണെന്ന്. ഓ മതി. ഇവരെപ്പോഴാ ഒന്നാം വിരുന്നിന് പോകുന്നത്? കാപ്പികുടിയും കഴിഞ്ഞ് പോന്നെന്നാ പറഞ്ഞു. ആഹാ, എന്നാ ഞാൻ വേഗം കുടിച്ച് റെഡിയാകാം. മോളെ, വരണമേ. മോളെ, മോള് പോയേ പിന്നെ അമ്മ ഉറങ്ങിയിട്ടില്ല. പിന്നെ ഞാനോ? എന്നെ നീ ഉറക്കിയിട്ടുണ്ടോ? ഓരോ ദിവസം നിന്റെ കാര്യം പറഞ്ഞാ ഞങ്ങൾ നേരം വിളിപ്പിക്കുന്നത്. ഉഷ ഇവിടുത്തെ കാര്യം തന്നെ എപ്പോഴും പറയായിരുന്നു. അപ്പൊ രാജനെ ഈ വെളു ഉറക്കിയിട്ടില്ല. കാപ്പി, കാപ്പി. എന്താ ഇത്ര വലിയ ആലോചന? പിള്ളേര് വിരുന്നിന് പോയപ്പോ വീട് ഉറങ്ങിപ്പോയല്ലോടി. നാളെ അവരിങ്ങി വരത്തില്ലേ? അതുവരെ ഒന്ന് ക്ഷമിക്കേ. നമ്മളുടെ മക്കളുടെ ഭാര്യമാരായിട്ട് രണ്ട് പെമ്പിള്ളേരൂടെ വന്നിരിക്കുക. ഒരുത്തി പണക്കാരിയും മറ്റോ പാവപ്പെട്ടുള്ളൂ. പക്ഷേ ആ വ്യത്യാസം ഒരു കാര്യത്തിലൂടെ ഉണ്ടാകരുത്. എന്നോടത് പ്രത്യേകിച്ച് പറയണോ? നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങൾ കുറെ ആയില്ലേ. എങ്ങോട്ടാ? ചേട്ടനെ ഒന്ന് കണ്ടേച്ചു വരാന്നും പറഞ്ഞ് പോവോ അച്ഛാ? വിരുന്ന് വന്നതല്ലേ, ഇന്ന് പോണോ? ഞാൻ ഉടനെ വരാം. പിന്നെ ലഞ്ചിന് അച്ഛൻ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. നേരത്തെ ഇനി വരണേ. ഓക്കെ. മോളെ,
ഇനി അവന്റെ കാലിൽ നീ ഒരു ചരട് കെട്ടണം. അതിന്റെ അറ്റം എന്നും എന്റെ മോളുടെ കയ്യിലിരിക്കണം. നന്മയ്ക്കു വേണ്ടി നീ നേർവഴിയിൽ നിന്നു ധർമ്മയുദ്ധം ചെയ്തു തോറ്റുപോയാൽ പോകട്ടെ ആ തോൽവി തന്നെ ജയമെന്ന് ലോകർ കടച്ചിയിൽ സമ്മതിക്കും എന്ന് പണ്ടാരോ എഴുതിയിട്ടുള്ളത് എത്രയോ ശരിയാണ്. ഈ കോലോത്തിന്റെ പഴയ കഥകൾ വല്ലതും ബാലചന്ദ്രൻ കേട്ടിട്ടുണ്ടോ ആവോ? ചിലതെല്ലാം കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. ഇനി ഊണ് കഴിഞ്ഞിട്ടാവാം. ആയിക്കോട്ടെ, എഴുന്നേറ്റോളൂ. ദേ ആരാ വരുന്നത് നോക്കിയേ. അല്ല, ഇതാര്? രാജേന്ദ്രനോ? വന്നോളൂ വന്നോളൂ. നീ എന്താ ഇങ്ങോട്ട് പോന്നത്? അത് കൊള്ളാം, എനിക്ക് എന്റെ ചേട്ടനെ ചേട്ടത്തമ്മ കണ്ടേ. എങ്കിൽ കൈ കഴിക്കോളൂ, ഊണ് കഴിക്കാം. ഞാൻ റെഡി, വെള്ളോട്ടിരിക്കുന്നു. അത് ശരിയല്ല. വിരുന്നിന് പോയിരിക്കും നീ. ഇന്ന് ഭാര്യ വീട്ടിൽ നിന്നല്ലേ ഊണ് കഴിക്കേണ്ടത്, അല്ലെങ്കിൽ ഉഷയ്ക്കും തോന്നുന്നു. ചേട്ടന്റെ പങ്കയോറ് എനിക്ക് അതിനുള്ള ബുദ്ധിമുട്ടുണ്ടാന്നോ പറയുന്നത്? ചേട്ടത്തമ്മയുടെ പങ്ക് കാണത്തില്ലേ? തീർച്ചയായും, പക്ഷെ ഇവിടെ സദ്യയൊന്നുമില്ല, ഊണുണ്ട്. എനിക്ക് ആ ഊണാ വേണ്ടത്. അപ്പൊ അവിടുത്തെ ചോറ് ആരുണ്ണും? അതെ, ചേട്ടൻ പോയുണ്ടോ? ഏതായാലും ഇത്തടം വന്നില്ലേ, ഊണ് ഇവിടുന്ന് തന്നെ ആയിക്കോട്ടെ. അത് തന്നെ ഞാനും പറഞ്ഞത്. എങ്കിൽ വരൂ. എന്താ ഇരിക്കാൻ ഏയ്, നല്ല അഭ്യാസം. എന്റെ പൊന്നേട്ടത്തമ്മ ഞാൻ ഈ ആവണ പല മാറ്റി വിട്ടുന്നുണ്ടോളാം. ചേട്ടത്തമ്മ വീട്ടിലേക്ക് വരുമ്പേ ഇതേ രണ്ടെണ്ണം കൊണ്ടുവരണേ. അതെന്തിനാ? അച്ഛനെ അമ്മയും ഇതേലൊന്ന് ഇരുത്തി പഠിപ്പിക്കണം. അങ്ങോട്ട് വേണം. നല്ല സാമ്പാറിന്റെ വേണം. മോളെ, മണി 3 കഴിഞ്ഞു. ഇനി നീ വന്ന് ഊണ് കഴിക്കേ. ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാ കഴിക്കുന്നത്? എന്നാ അവിടെ നിന്നു, അവൻ വന്നിട്ട് കഴിച്ചാ മതി. പക്ഷേ ഉടനെ വരാമെന്ന് പറഞ്ഞു പോയ ആളാ. അച്ഛൻ ക്ഷണിച്ചു വരുത്തിയവരൊക്കെ 2 മണിവരെ കാത്തിരുന്നു. എന്തിനാണിങ്ങനെ? ഞാന് പോട്ട് മോളെ, ഏതായാലും വന്നല്ലോ. ഇനി പരിഭവമൊക്കെ ഊണ് കഴിഞ്ഞിട്ടാവാം. രാജന് ചോറ് കൊണ്ട് കൊടുക്ക്. ഞാൻ ഊണ് കഴിച്ചു. എവിടുന്ന്? ഏട്ടത്തമ്മയുടെ വീട്ടിൽ നിന്ന്. ചേട്ടത്തിയമ്മയുടെ വീട്ടിൽ നിന്നോ? അത് മോശമായി പോയി രാജ. ഊണ് കഴിക്കാൻ തിടുക്കം പിടിച്ചു പോയതെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നല്ലോ. എന്നേക്കാൾ വലുതാണ് ചേട്ടത്തിയമ്മ, ഇല്ലേ? ഞാന് ഏട്ടത്തിയമ്മ നിർബന്ധിച്ചോണ്ടാ ഉണ്ടത്. രാജൻ വിരുന്ന് വന്നത് ഇവിടല്ലേ, അവിടെ അല്ലല്ലോ. ഏട്ടത്തിയമ്മ അങ്ങനെ നിർബന്ധിക്കാൻ പാടില്ലല്ലോ. അതിപ്പം ഒന്നും പറയണ്ട. ചെയ്ത തെറ്റ്. വിവാഹം കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും. അത് കഴിഞ്ഞേ ഉള്ളൂ അച്ഛനും അമ്മയും ചേട്ടനും ചേട്ടത്തിയൊക്കെ. രാജനോട് ഊണ് കഴിക്കുമ്പോൾ രാജന്റെ ഭാര്യ ഇവിടെ ബസ്സിന്ന് കാത്തിരിക്കുകയായിരുന്നു. മേലാൽ ഇത് ആവർത്തിക്കരുത്. പോയി അവളെ സമാധാനിപ്പിക്കൂ. മോളെ, ഒന്നാം വിരുന്നിന് മടങ്ങിയില്ലേ? വെറും കൈയോടെ പോണ്ട. അല്പം കടുമാങ്ങിയെങ്കിലിരിക്കട്ടെ. മോളെ, എന്തിനാ കരയുന്നത്? എന്റെ മോൾക്ക് കാര്യമായിട്ട് എന്തെങ്കിലും പോകുമ്പോൾ കൊടുത്തയക്കാൻ നിവൃത്തിയില്ലാതായി പോയല്ലോ. എന്തെല്ലാം കൊടുത്ത കോവിലകമാണിത്. അതൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല.
ഇന്ദുവിന് അവിടെ ഒരു കുറവും വരില്ല. ഞങ്ങൾ ഇറങ്ങട്ടെ. മോളെ, ഇന്ദു പോവുക. ഇവൾ നന്ദിനിക്കുട്ടി ഇന്ദുവിന്റെ പ്രാണനാ. ഇവളെ കൂടി കൊണ്ടുപോയിക്കൊള്ളൂ. അത് വേണമെന്നില്ല. നന്ദിനി ഇവിടെ തന്നെ നിന്നോട്ടെ. അങ്ങനെ പറയരുത്. സന്തോഷത്തോടുകൂടി തരുന്നതാണ്. മറ്റൊന്നും തരാൻ ഞങ്ങളുടെ കയ്യിലില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. ബുദ്ധിമുട്ടണമെന്നില്ല. അപ്പുണ്ണി ഇവളെ അവിടെ എത്തിച്ചോളും. അപ്പുണ്ണി, ഉച്ച തിരിഞ്ഞ് നന്ദിനിക്കുട്ടിയെ ഇവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തോളൂ. അടിയൻ. ആ, വള്ളക്കാരൻ വന്നിട്ടില്ലേ? ഉവ്വ്. ആ, എന്നാ പുറപ്പെട്ടോളൂ. നീ എന്തിനാണ് ഈ ഭാഗീരഥി കരയുന്നത്? അവള് ദൂരെങ്ങാണോ പോകുന്നത്? ഓ, ഇതൊരു ചടങ്ങാണല്ലോ. നമ്മുടെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ അന്ന് നിങ്ങൾ എന്തിനാ കരഞ്ഞത്? അതെ, ജീവിതം മുഴുവൻ നിന്റെ കൂടെ കഴിയണമല്ലോ എന്ന് വിചാരിച്ച് കരഞ്ഞു പോയത്. മോളെ, തൽക്കാലം കുറെ വീട്ടു സാധനങ്ങളും പലഹാരങ്ങളും ഒക്കെ ഉണ്ട്. വീട് വെച്ചതിന് ശേഷം മോക്ക് ആവശ്യമുള്ളതെല്ലാം അച്ഛൻ വാങ്ങിച്ചു തരാം. അച്ഛാ, രാജേട്ടന്റെ വീട്ടുവാതിക്കൽ എനിക്ക് നല്ലൊരു റോസ് ഗാർഡൻ ഉണ്ടാക്കണം. ഓ, അവിടെ എന്തിനാ ഇനി തോട്ടം? അവിടെ ആഗ്രഹമില്ലേ മോനെ? മോളെ, നീ ഇപ്പൊ റോസ് നടാനും വളർത്താനും ഒന്നും പോകണ്ട. ഒരു 100 ചട്ടി നല്ല റോസ് ചെടി അച്ഛൻ വാങ്ങി കൊടുത്തയച്ച. ശരി അച്ഛാ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ.